വരട്ടെ. ഹായ് റോഷൻ, ഹായ് പ്രയാഗ. റോഷൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ആകെ ഒരു മാതിരി. ഞാൻ നിന്നെ എന്താ വിളിക്കണേന്ന് അവിടെ പറഞ്ഞു കൊടുക്കണേ. വിശ്വാസപൂർവ്വം മൻസൂറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയൊരു സംഭവമാണ് എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. നിങ്ങളാണ്. ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ ആശേച്ചി കേൾക്കണ്ട, ആശേച്ചിക്ക് ഭയങ്കര കുശുംബവും. പക്ഷെ ആശേച്ചിയും സെറീന മാം എല്ലാവരും കമ്പനി ആയിരുന്നെങ്കിലും നിങ്ങൾ 2 പേരാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. റോഷൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം, റോഷൻ യു ഹാവ് ടു എക്സ്പ്ലെയിൻ നിൻ്റെ ഫ്ലൈയിങ് മെഷീൻ മൊമെൻറ്റ്. എൻ്റെ ലാസ്റ്റ് ഡേ ഷൂട്ടിനുണ്ടായിരുന്ന ഫ്ലൈയിങ് മെഷീൻ മൊമെൻറ്റ് നീ ഒരു എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രയാഗയുടെ അടുത്ത് എന്താ ചോദിക്കുക, പ്രയാഗ എങ്ങനെയാണ് ഇത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രയാഗയുടെ സ്കിന്നിലൊരു കുത്തും കോമയൊന്നും ഉണ്ടാവില്ല. എൻ്റെ അമ്മ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട്, പ്രയാഗനെ നോക്ക്, പ്രയാഗയുടെ സ്കിൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ശരിക്കും പ്രയാഗയുടെ ചില ഷോർട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ജസ്റ്റ് ബിക്കോസ് ഭയങ്കര ഭംഗിയാണ് പ്രയാഗനെ കാണാൻ. സോ പറഞ്ഞോളൂ, എന്താണ് കാര്യം? ഈ പെൺകുട്ടിയുടെ കൂടെയാണോ ഇവൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പറഞ്ഞു? ഈ ഫ്ലൈയിങ് മെഷീൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഷൂട്ട് ഭയങ്കര ഒരു സ്കൂളിൽ പോകുന്ന പോലായിരുന്നു. നമ്മൾ തുടങ്ങുന്ന ദിവസം മുതൽ രാവിലെ 7:30 നമ്മൾ സെറ്റിൽ ചെല്ലും, വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് നടന്നു പോകുന്ന ഒരു സെറ്റായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നടന്നിട്ടില്ല, ഒട്ടും നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അതും ആനന്ദം ഇതേപോലെ അല്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഇത്രയും പങ്ക്ച്വലായിട്ട് ഇത്രയും കൃത്യമായിട്ടൊരു ഷൂട്ട് എങ്ങനെ പോകുന്നത്. ഇതൊക്കെ അവസാനത്തെ ഒരാഴ്ച കൊണ്ട് മാറി. അവസാനത്തെ ഒരാഴ്ചയിൽ ഒരു 4 ദിവസം ഞങ്ങൾ ഓവനായിട്ട് ഈ പാട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെ ഉറക്കമൊന്നും ഇല്ലാണ്ടായിരുന്നു. ഈ ബുള്ളറ്റ് അവിടെ വന്നിട്ടുണ്ട്, മൻസൂറിനൊരു ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഞാൻ ജസ്റ്റ് ഒരു റൈഡിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സൈഡിലേക്ക് പോയി. അപ്പോൾ അങ്ങോട്ട് കുറേ ദൂരം ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല വേറെ ആരും ഇല്ല. ഇപ്പുറത്തെ സൈഡിൽ കടല്, ചെറിയൊരു മഴ പെയ്ത് തോന്നുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ബീച്ച് ആകെയുള്ള ഒരു ഡ്രൈവിംഗ് ബീച്ചാണത്. ഡ്രൈവിംഗ് ബീച്ചിൽ ഒരു 20 കിലോമീറ്ററിന്റെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതേപോലെ തലേ ദിവസം വെള്ളം കയറിയിട്ടില്ലാത്ത സ്ഥലമായിരുന്നു ഈ ആരും ഉപയോഗിക്കാതെ കിടന്നിരുന്ന സ്ഥലം. അപ്പൊ അവിടെ മണല് അവിടുത്തെ മണല് ലൂസാണ്. അപ്പൊ ഞാനൊരു 40, 45, 50 വരെയൊക്കെ പോയി. ഇതൊന്നും അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് അറിയില്ല. 50 വരെ പോയപ്പോഴത്തേക്കിനും നല്ല രസം, നല്ല കാറ്റടിക്കുന്നു. ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 60, 65 വരെ എത്തിയ സമയത്ത് പിന്നെ അങ്ങോട്ട് നടക്കുന്നതെല്ലാം 3 സെക്കൻഡിലാണ്. ബൈക്കിന്റെ ഹാൻഡിൽ ഭയങ്കരമായിട്ട് ഇളകി തുടങ്ങി. അതായത് അൺകൺട്രോളബിൾ ആയിട്ട് ഇങ്ങനെ കിടന്ന് അടിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും നിർത്താൻ പറ്റില്ല. ഈ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് ഇത്തിരി വീക്കാണ്. അപ്പൊ ഞാൻ ബാക്കും ചവിട്ടി ഫ്രണ്ട് ബ്രേക്കും പിടിച്ചു, ഫ്രണ്ട് മാത്രമേ പോയുള്ളൂ. അപ്പൊ ആ ഫ്രണ്ട് വീല് മണലിലേക്ക് കുത്തി ഇറങ്ങി, ബൈക്കിന്റെ ബാക്ക് സൈഡ് പൊങ്ങി, ഞാൻ അവിടുന്ന് ഇങ്ങനെ താഴെ പോയി വീണു. ഒരു പിശാച് എന്നുള്ള സിനിമയിൽ പ്രയാഗ ചെയ്ത ഹാർനെസ് ഒന്നുമില്ലാതെ ഈ സ്റ്റണ്ട്. അങ്ങനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പോയി മറിഞ്ഞ കാലത്തിൽ ഇപ്പൊ ഒരു ഷോട്ട് ഉണ്ട്. ആഷ് ചേച്ചിയും എന്റെ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു 4-5 പേരും ലിയോണയും കടലിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നു. എന്നിട്ട് ദൂരെ നിന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ എന്താ വരാത്തേ വാ എന്ന് കാണിക്കുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആശുപത്രിയിൽ എക്സ്റേ എടുക്കാൻ പോയേക്കോ. തിരിച്ച് ഞാൻ വന്നിട്ട് ഈ വയ്യാത്ത കൈ അനക്കാൻ മേലാതെ കാലിൽ വെച്ചിട്ട് ഞാനില്ല നിങ്ങൾ കളിച്ചോ എന്ന് പറയുന്നൊരു ഷോട്ട് എടുത്ത് അത് സോങ്ങിൽ വന്നിട്ടുണ്ട്. പ്രയാഗയെ കുറിച്ച് കൂടെ അഭിനയിച്ച ആള് വല്ലാതെ പ്രകീർത്തിച്ചിരിക്കുന്നു. പ്രയാഗയുടെ എന്താണ് മുഖകാന്തി, ശരീരകാന്തി, സൗന്ദര്യം. സാധാരണ പെണ്ണുങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയാത്ത ആണ്. അല്ല ഇപ്പൊ പറഞ്ഞില്ലേ, ലിയോണ ചോദിച്ചില്ലേ? ലിയോണയും പറയൂട്ടോ. ലിയോണ നല്ല ഫ്രണ്ടാണ് സർ. മാത്രമല്ല നമുക്ക് 3 പേർക്കും നമ്മൾ ഓൾമോസ്റ്റ് സെയിം വേവ് ലെങ്ത് ആയിരുന്നു. അപ്പം ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആ ഒരു കെമിസ്ട്രിയിൽ പോകാൻ പറ്റി. പിന്നെ ലിയോണ ചോദിച്ചതിനുള്ള ആൻസർ എന്ന് പറയുന്നത്, ടു ബി വെരി ഓണസ്റ്റ്, ഈ പ്രൊഫഷന്റെ ഒരു പാർട്ടാണ് നമ്മൾ നന്നായിട്ട് ബോഡി ആണെങ്കിലും സ്കിന്നാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അതാണ് ടു ബി വെരി ഓണസ്റ്റ്, അത് തന്നെയാണ്. പിന്നെ ഇപ്പം everybody is beautiful. Everybody, man and woman, one way or the other. But I believe in the beauty inside. ശോഷം കേട്ടോ, അത് എനിക്ക് പുറത്ത് ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല. അത്രയൊക്കെ ഉള്ളൂ സർ. പിന്നെ ഇപ്പം എന്താ കാര്യം, സ്പോട്ടില്ല അങ്ങനെ ഇല്ല, സ്മൂത്ത് ആണ് സ്കിൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ക്രീം ഒന്നും യൂസ് ചെയ്യാത്ത ആളാ.
ഈ ചോദിക്കുന്നത്. എന്താണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നുള്ളത് ആണ് മൂപ്പർ ചോദിച്ചത്. ഞാനിതൊന്നും അറിഞ്ഞ അത് പക്ഷേ അത് പുറത്ത് പറയുന്നില്ല, ട്രേഡ് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കും. ഒന്നുമില്ല സർ, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറൊന്നുമില്ല. എന്തായാലും പ്രേക, ഇത് നല്ലൊരു ശതമാനം അച്ഛന്റെ അമ്മയുടെയാണ്. ശരിയാണ്, അവിടുന്ന് ഇൻഹെറിറ്റ് ചെയ്താണ്. ഏറ്റവും വലിയ ക്രീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ DNA ആണ്. അവർ തന്നെയാണ്. അതാണ് സീക്രട്ട്, അതാണ് സീക്രട്ട്. അതാണ് സീക്രട്ട് ലിയോണ.